ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലേൺ ബയോ വിത്ത് വി പി. ഇന്ന് നമ്മൾ നോക്കുന്നത് 8th സ്റ്റാൻഡേർഡിലെ ദ ഇൻവിസിബിൾ ലിവിങ് വേൾഡ് ബിയോണ്ട് അവർ നേക്കഡ് ഐ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ആക്ടിവിറ്റി ഉണ്ട്. ആ ചാപ്റ്ററിൽ ഒരു ലെറ്റ് സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. അതിനകത്ത് പോണ്ട് വാട്ടറും നമ്മുടെ സോയിൽ സസ്പെൻഷനകത്തുള്ള ഓർഗാനിസംസിനെ തമ്മിൽ കമ്പയർ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. നമുക്ക് ഈ രണ്ട് ആക്ടിവിറ്റിയുടെയും റിസൾട്ട്, അതായത് ഓർഗാനിസംസ് പ്രസൻറ്റ് ഇൻ പോണ്ട് വാട്ടർ ആൻഡ് ഓർഗാനിസംസ് പ്രസൻറ്റ് ഇൻ സോയിൽ സസ്പെൻഷൻ, ഇത് രണ്ടും നമുക്കൊന്ന് നോക്കാം. പോണ്ട് വാട്ടറിൽ നമ്മൾ ഫസ്റ്റ് ഒബ്സർവ് ചെയ്യുന്ന അമീബയാണ്, ഒരു പ്രോട്ടോസോവനാണ്. അമീബ എന്ന് പറയുന്നത് ഇറഗുലർ ഷേപ്പുള്ള മൂവിങ് ആയിട്ടുള്ള ഒരു സിംഗിൾ സെല്ലാണ്. നമുക്കതിൻ്റെ ലോക്കോമോട്ടറി ഓർഗനായിട്ട് സ്യൂഡപ്പോഡിയ എന്ന് പറയുന്ന ഒരു ഓർഗൻ വേണമെങ്കിൽ പറയാം. അതതിൻ്റെ ബോഡി ഷേപ്പ് ചേഞ്ച് ചെയ്തിട്ടാണ് അങ്ങനെ ഉണ്ടാക്കുന്നത്. ബൈനറി ഫിഷൻ വഴിയാണ് അവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോണ്ട് വാട്ടറിൽ കാണപ്പെടുന്ന ആൾ പാരമീസിയമാണ്. സ്ലിപ്പർ ആനിമൽക്യൂൾ എന്ന് വിളിക്കാറുണ്ട്. അവരുടെ മേജർ ലോക്കോമോട്ടറി ഓർഗൻ വന്നിട്ട് സീലിയാണ്. സീലി ഉപയോഗിച്ചിട്ടാണ് അവർ മൂവ് ചെയ്യുന്നത്. അതുപോലെ ഓസ്മോ റെഗുലേഷനൊക്കെ കാണിക്കുന്നുണ്ട്. മൊത്തത്തിലൊരു സ്ലിപ്പറിൻ്റെ ഷേപ്പ് ഉള്ളതുകൊണ്ടാണ് സ്ലിപ്പർ ആനിമൽക്യൂൾ എന്ന് വിളിക്കുന്നത്. കോൺട്രാക്റ്റൈൽ വാക്യൂൾ ഉപയോഗിച്ചിട്ടാണ് ഫുഡ് ഇൻജക്ഷൻ നടത്തുന്നത്. പിന്നെ പറയുന്ന ആൽഗയാണ്. ആൽഗെ വന്നിട്ട് നമുക്ക് ബോത്ത് മൾട്ടി സെല്ലുലാർ ആൽഗയും യൂണിസെല്ലുലാർ ആയിട്ടുള്ള ആൽഗയും ഉണ്ട്. സിംഗിൾ സെൽഡ് ആയിട്ടുള്ള ആൽഗയിൽ ചിലതിലൊക്കെ ക്ലോറോഫില്ലിൻ്റെ പ്രസൻസ് ഉണ്ട്. അവർക്ക് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ട്. മൾട്ടി സെല്ലുലാർ ആൽഗയിലും ക്ലോറോഫില്ലിൻ്റെ പ്രസൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ ന്യൂട്രിയൻ്റ് സൈക്ലിങ്ങിലൊക്കെ ഇവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട്. സോയിൽ സസ്പെൻഷനിലേക്ക് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്നത് ബ്രെഡ് മോൾഡ് അല്ലെങ്കിൽ ഫംഗസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽപ്പെട്ട ഓർഗാനിസമാണ്. ബ്രെഡ് മോൾഡ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ബ്രെഡിലൊക്കെ കാണുന്ന പൂപ്പൽ, അത് തന്നെയാണ്. റൈസോപ്പസ് എന്നാണ് അതിന് സയൻറ്റിഫിക്കലി നമ്മൾ പറയുക. അതിൻ്റെ സ്പോറാണ് നമ്മൾ ബ്ലാക്ക് കളറിൽ, അതിനകത്ത് സ്പൊറാഞ്ചിയമാണ് ബ്ലാക്ക് കളറിൽ കാണുന്നത്. സ്പൊറാഞ്ചിയത്തിനകത്ത് സ്പോറുണ്ട്. ഈ സ്പോറാണ് അവരുടെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിന്നെ ഒരു ഹൈഫ എന്ന് പറയുന്ന സ്ട്രക്ചർ വെച്ചിട്ടാണ് ഇവർ ഈ സബ്സ്ട്രേറ്റുമായിട്ട് പറ്റിപ്പിടിച്ചിരിക്കുന്നത്. അവരിലും പ്രധാനമായിട്ട് അസെക്ഷൽ റീപ്രൊഡക്ഷനാണ്. പിന്നെ സാപ്രോട്രോഫിക് ന്യൂട്രീഷനാണ്. ഡെഡ് മാറ്റർ എന്നാണ് അവർ ന്യൂട്രീഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വന്നിട്ട് നോർമൽ ഫംഗസ് ആണ്. മോൾഡ് എന്ന് തന്നെയാണ് പറയുന്നത്. പലതരത്തിലുള്ള പൂപ്പലുകൾ, അതായത് ഇപ്പോൾ നമ്മൾ ആസ്പെർജിലസ്, പെൻസിലിയം പോലെ കോമൺ ആയിട്ടുള്ള മോൾഡ് അല്ലെങ്കിൽ ഫംഗസ്. അവർ ബ്രാഞ്ച്ഡ് ആണ്. അവരിൽ ക്ലോറോഫിൽ ഇല്ല. അതുകൊണ്ട് തന്നെ അവർ സാപ്രോട്രോഫിക് ന്യൂട്രീഷനാണ് ഫോളോ ചെയ്യുന്നത്. അസെക്ഷൽ ആയിട്ടുള്ള റീപ്രൊഡക്ഷനാണ് അവരിലും ഉള്ളത്. ബ്രെഡ് മോൾഡ് കുറച്ചുകൂടി കോമൺ ആയതുകൊണ്ടാണ് നമ്മൾ രണ്ടും സെപ്പറേറ്റ് ചെയ്ത് പറയുന്നത്. ബ്രെഡ് മോൾഡ് എന്നും സെപ്പറേറ്റ് ചെയ്ത് പറയുന്നത് അതുകൊണ്ടാണ്. ലാസ്റ്റ് വൺ വന്നിട്ട് ബാക്ടീരിയ ആണ്. ബാക്ടീരിയ നമുക്ക് ഗ്രാം പോസിറ്റീവ്, ഗ്രാം നെഗറ്റീവ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിലും ബാക്ടീരിയാസിനെ നമ്മൾ തിരിക്കുന്നുണ്ട്. സെൽ വാൾ മെറ്റീരിയൽ എന്ന് പറയുന്ന പെപ്റ്റിഡോ ഗ്ലൈക്കനാണ്. അവരിലും ചെറിയ ഹെയർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട്. അങ്ങനെ പറയാനാണെങ്കിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള ടോപ്പിക്കാണ് ബാക്ടീരിയ എന്ന് പറയുന്നത്. ആക്ടിവിറ്റി ബേസ് ചെയ്തിട്ട് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യുക. അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.